നമ്മളിപ്പോ എന്താ ഇതിന്റെ പേര്? അതിരിട്ടില്ല പറയണ്ട മോളെ. ഹലോ ഗൈസ്, വെൽക്കം ടു ദ പാർട്ട് 2 വീഡിയോ ഓഫ് വാൾപ്പാറ ട്രാവൽ വ്ളോഗ്. അപ്പം നമ്മൾ 100 കൊല്ലം പഴക്കമുള്ള ബംഗ്ലാവിലെ സെക്കൻഡ് ഡേ ആണിത്. രാത്രി ഈ ഒരു ഭംഗി കിട്ടാത്തതുകൊണ്ട് രാവിലെ ആയപാടെ ഈ ഒരു റൂമിൻ്റെ ബാൽക്കണി കാണിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഞങ്ങളെ മോണിക്ക ഗാർഡൻ ബംഗ്ലാവിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഓർ ജംഗിൾ വ്യൂ ആണ്. ഇതേപോലെ സ്റ്റാൻമോർ ബംഗ്ലാവ്സിന് വേറെയും കുറച്ച് ബംഗ്ലാവ്സ് ഉണ്ട്. അവർക്കെല്ലാം ചിലതിന് ഫോറസ്റ്റ് വ്യൂ അല്ലെങ്കിൽ ചിലതിന് ഈ ടീ എസ്റ്റേറ്റ് വ്യൂ ആണ്. മൊത്തത്തിൽ ഈ ബംഗ്ലാവെല്ലാം ഒരു വലിയ ടീ എസ്റ്റേറ്റിൻ്റെ നടുവിലാണ് ഉള്ളത്. രാവിലത്തെ മോർണിംഗ് വാക്ക് വരെ ഞാൻ ലാസ്റ്റ് പാർട്ട് 1 വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു ദിവസം മുഴുവൻ നമ്മൾ ഈ ഒരു ബംഗ്ലാവ് തന്നെയാണ് കംപ്ലീറ്റ്ലി സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ഒരു ദിവസം മുഴുവൻ എങ്ങനെയാണ് നമ്മൾ ബംഗ്ലാവിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക എന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. എന്നാൽ ഞങ്ങൾ ഈ ബംഗ്ലാവ് ചുറ്റിക്കാണലും സമയാസമയം ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ലാവിഷായിട്ടുള്ള ഫുഡ് തട്ടലും പിന്നെ ഞങ്ങളായ ഗെയിംസ് കളിയും റീൽസ് എടുക്കലും അതിൻ്റെ കൂടെ ഞങ്ങളെ കോപ്രായങ്ങളും ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസം ഭയങ്കര മെമ്മറബിൾ ആണ്. പിന്നെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വന്നൊരു ട്രിപ്പ് അല്ലല്ലോ ഇത്. ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും ഒരു മെൻ്റൽ ബ്രേക്ക്. അത് ലാപ്ടോപ്പിൽ നിന്നെല്ലാം വിട്ട് വർക്ക് ഷെഡ്യൂളിൽ നിന്നെല്ലാം വിട്ട് നമ്മളൊരു ബ്യൂട്ടിഫുൾ സ്ഥലത്ത് വന്ന് അങ്ങോട്ട് കഴിച്ചു കൂട്ടുക. അതായിരുന്നു മെയിൻ അജണ്ട. അങ്ങനൊരു സ്ഥലം ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് എത്ര ഗീ ദോശ വേണം? ഇതെന്തത്? സോറി, പാത്രം. എല്ലാവർക്കും കാപ്പി ചെയ്യോ? അല്ല, അവിടെ ചോദിച്ചില്ല. ഇത് കാപ്പിയാണോ? അയ്യോ, ചായ. ഇത് കാപ്പിയല്ലേ? നിൽക്കാൻ പറ്റൂല. കുട്ടി ഇവിടെ നിൽക്കൂ. ഞാനോട് ചോദിക്കട്ടെ. കുട്ടി എന്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. സെക്കൻഡ് ചോദിച്ചേക്ക്, എന്നിട്ട് ഞങ്ങള് ചോദിക്കാം. എന്താ ഇതിന്റെ പേര്? മോളെവിടെയാ പഠിക്കുന്നത്? 100 വർഷമായിട്ട് ചേട്ടാ ഞാൻ ഇവിടെയാണ് ജീവിച്ചു വരുന്നത്. മധുരം വേണ്ട ചേട്ടാ? മധുരം ഇട്ടില്ല പറയണ്ട മോളെ. പിടിക്കും. ഇതൊക്കെ മോള് ചെയ്യേണ്ടതാ. ഇനി ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോ ഇതൊക്കെ ചെയ്യണം കേട്ടോ. അറിയോ? കുക്കിംഗ് ഒക്കെ അറിയോ? ഞാനൊരു കുക്കിംഗ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഫുൾ റെസിപ്പി. എന്താ പറഞ്ഞേ? കുക്കിംഗ് എന്തൊക്കെ ഉണ്ടാക്കാറിയാം? ഞാൻ aradi.pvs ഒന്ന് എടുത്തു നോക്കിയാൽ റെസിപ്പീസ് കാണാൻ പറ്റും. ഞങ്ങക്ക് ചോറും കറി വേണ്ടത്, അല്ലാതെ ചോറും കറി ഉണ്ടാക്കണേ അച്ഛനെ എടുത്ത് കൊണ്ടുവരും. ഇപ്പൊ അന്നവൻ അച്ഛന് കിട്ടിയാ പോരെ? അതെ, അല്ല ഉദ്ദേശം വിളിക്ക് അച്ഛനെ വിളിക്ക്. എന്നാ നിങ്ങളുടെ ഫോണിൽ കാണിച്ച്. കോപ്രായങ്ങളെല്ലാം കണ്ടല്ലോ അല്ലേ? ഞങ്ങൾ ഈ കോപ്രായങ്ങൾ കഴിയുമ്പോഴേക്ക് തന്നെ ഏകദേശം ഉച്ചേൻ്റെ അടുത്തായിട്ടുണ്ട് സമയം. പക്ഷെ ലഞ്ചാവാനുള്ള ടൈം ആയിട്ടില്ല. ഞങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ലഞ്ചാവുന്നത് എപ്പോഴാന്നൊക്കെ നോക്കിയിരിക്കലാണല്ലോ മെയിൻ പണി. എന്നാൽ പിന്നെ ലഞ്ചാവുന്നതിന് മുന്നേ കുറച്ച് ശരീരം അങ്ങോട്ട് അനക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ക്രിക്കറ്റ് കളിക്കാൻ പോയി. കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി ആയ വിശപ്പ് കൂടുമല്ലോ. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളതായ ഒരു വിയേർഡ് റൂൾസ് വെച്ചിട്ടുള്ള നല്ല അസൽ കണ്ടം ക്രിക്കറ്റ്.
അല്ലടാ അവിടെ വെച്ചാൽ മതി ആ ടോണായി അപ്പൊ ഒരു ബോൾ ടച്ച് ചെയ്ത് ഒരു റൺ ഇവിടെ കുറ്റിക്കുണ്ട് കണ്ടിട്ടുണ്ട് ആ അതാണ് രോഹിത് ശർമ്മയാ ബാക്കിലോട്ട് ഞാൻ ഇവരോട് വരുമ്പോഴേ പറഞ്ഞതാ രണ്ട് കാറ്റ് കിട്ടിട്ട് അമ്മൂന്റെ കാറ്റ് മാത്രം ആദ്യം തന്നെ വിളിച്ചിട്ട് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ലഞ്ചായിരിക്കുന്നു. ക്രിക്കറ്റൊക്കെ കളിച്ച് നല്ലോണം അനങ്ങിയതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ വിഭവസമൃദ്ധമായി വെജും നോൺ വെജും കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കഴിക്കാൻ. എല്ലാം ഞങ്ങൾ വയറ് നിറയെ കഴിച്ചു. ഇനി കുറച്ച് ക്ഷീണാവാം. ആ ക്ഷീണത്തിന് ശേഷം ഒരു റീൽ എടുക്കാനുള്ള തത്രപ്പാടിലാണ് ഞങ്ങൾ. അത് പക്ഷേ ഒരു 3 ടേക്കിന് ശേഷം സംഭവം സെറ്റായി. ഞങ്ങൾ ഒരു ദിവസത്തെ ബിസി ഷെഡ്യൂൾ നോക്കണേ. റീൽ എടുത്ത് കഴിഞ്ഞപ്പോഴേക്ക് വൈകുന്നേരമായി. അപ്പോഴത്തേക്ക് ചായ കുടിക്കാൻ സംഭവം എത്തി. ഇത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കുബേരനിലെ ദിലീപിൻ്റെ അവസ്ഥ തന്നെയാണ് ഞങ്ങളുടെ. ഞങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം, ഒരു പണി കൊടുക്കണ്ട. സമയാസമയം ഫുഡ് എത്തുന്നു, അതും ലാവിഷ് ഫുഡ്. ഞങ്ങളെ നോക്കാൻ കുറേ കെയർടേക്കർ ചേട്ടന്മാർ. അടിപൊളി ലൈഫ്. ഞങ്ങൾക്ക് തോന്നിയ പോലെ ഞങ്ങൾ സമയം കളയുന്നു, ഗെയിംസ് കളിക്കുന്നു. നെക്സ്റ്റ് ഗെയിം എന്ന് പറയുന്നത് ക്ലൂ കോൺസ്പിറസി. അതൊരു ബോർഡ് ഗെയിമാണ്. ഞങ്ങളിങ്ങനെ ഹാംലീസിലെല്ലാം പോയി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഓരോ ഗെയിംസ് എല്ലാം കണ്ടുപിടിച്ച് കൊണ്ടുവരും. എന്നിട്ട് അതങ്ങ് കളിക്കുകയും ചെയ്യും. കുട്ടികളെ ഗെയിംസ് ആയിരിക്കും പറയുമ്പോൾ. ഈ മൊണോപ്പൊളിയൊക്കെ പോലത്തെ ഒരു ഗെയിമാണിത്. അങ്ങനെ ഗെയിം ഒരു റൗണ്ടും പോയി എല്ലാവരും കുളിച്ച് ഫ്രഷായി വന്നപ്പോഴേക്ക് ഞങ്ങൾ നെക്സ്റ്റ് സെറ്റ് ഓഫ് ഫുഡ് റെഡിയായി. ഡിന്നർ. അതും ഞാൻ പറയണ്ടല്ലോ, ലാവിഷായിട്ടുള്ള വെജും നോൺ വെജും ആയിട്ടുള്ള കുറേ ഫുഡ് ഞങ്ങളെ മുന്നിൽ. ഫുഡടിക്ക് ശേഷം ക്ലൂ കോൺസ്പിറസി ഒരു റൗണ്ടും കൂടെ കളിച്ചിട്ട് ഞങ്ങൾ കിടക്കാൻ പോയി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെയോട് കൂടി ഞങ്ങൾ ഈ ബംഗ്ലാവിലെ പവർ അങ്ങ് നഷ്ടപ്പെടും. കാരണം 2 ദിവസത്തേക്കായിരുന്നല്ലോ ഞങ്ങളെ സ്റ്റേ. 2 ദിവസം പോയതേ അറിഞ്ഞില്ല. അങ്ങനെ 3-ാം ദിവസം രാവിലെ ആയപ്പം അവർ മോണിക്ക ഗാർഡൻ്റെ തന്നെ ടീ ഫാക്ടറി ഉണ്ടായി. അവിടെ കൊണ്ടുപോയി കാണിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് പുറത്തെടുത്തു. സംഭവം കറക്റ്റ് ഒരു ഫാക്ടറിയാണ്. നമുക്ക് ഈ തേയില അതിൻ്റെ ഉള്ളിൽ അവർ ഓരോ ആ കാണുന്ന ബക്കറ്റ്സിൽ ഇടുന്നതും അതിൽ ഒരെണ്ണത്തിൽ നല്ലതും ഒരെണ്ണത്തിൽ ഡാമേജ്ഡ് ആയിട്ടുള്ളതും എല്ലാം ഇട്ട് അവർ സെപ്പറേറ്റ് ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്യുന്നതൊക്കെയാണ് നമുക്ക് ഉള്ളിൽ കാണാൻ പറ്റുന്ന പ്രോപ്പർ ഫാക്ടറി. അതുകൂടാതെ ഈ സ്റ്റാൻമോർ ബംഗ്ലാവ്സിൻ്റെ വേറെ പ്രോപ്പർട്ടീസ് ഉണ്ട്, വേറെയും ബംഗ്ലാവ്സ്. അവിടെയും ഞങ്ങൾക്ക് ഒന്ന് പോയിട്ട് വേണമെങ്കിൽ കാണാമെന്ന് പറഞ്ഞാൽ അവിടേക്കും കൂടെ ഞങ്ങളെ കൊണ്ടുപോയി. സംഭവം വേറൊരു ബംഗ്ലാവ്, ബട്ട് ടീ എസ്റ്റേറ്റ് ആണ് അവിടുത്തെ വ്യൂ. ഞങ്ങളുടേത് ഫോറസ്റ്റ് വ്യൂ ആയിരുന്നു. കാണാൻ വലിയ വ്യത്യാസം അത്ര തോന്നിയില്ല. മേ ബി ആ ഒരു സീനറിയിലായിരിക്കാം വ്യത്യാസം മുഴുവൻ. ചെറിയ ചെറിയ ഡിഫറൻസേ ഉള്ളൂ ഞങ്ങളെ ബംഗ്ലാവിനെ വെച്ച് നോക്കുമ്പം. പിന്നെ ഇത് നമ്മളെ ബംഗ്ലാവിനെക്കാട്ടും ഒരു ഇച്ചിരി കൂടെ കോസ്റ്റ്ലിയാണ്. ആൻഡ് ഇത് ഞങ്ങൾ നോക്കുന്ന സമയം സോൾഡ് ഔട്ടും ആയിരുന്നു. അങ്ങനെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി. അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ, അതായത് നമ്മളെ ലാവിഷ് ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. വി ലോസ്റ്റ് അവർ പവർ. പക്ഷേ അവിടുത്തെ കെയർടേക്കർ ചേട്ടന്മാരെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ചേട്ടന്മാരായിരുന്നു. ഞങ്ങൾ നല്ലോണം നോക്കി. ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ ക്രിക്കറ്റ് സ്പോട്ട്. ഇവിടെ വേറെ ആരും വന്നു? ഓ, അയാൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മളെ മോണിക്ക ഗാർഡൻ കഴിയാൻ പോകുന്നു. വഴിമുടക്കികൾ. നമുക്ക് കിട്ടാം.
നല്ലൊരു വണ്ടി. ഇറങ്ങി നീ കൊഞ്ചിക്കുന്നു. പോട്ടെ, ഞാൻ പോണേണ്. വാൾപ്പാറയിലേക്ക് ഞങ്ങൾ വന്ന റൂട്ട് ആതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടാണെങ്കിൽ തിരിച്ചു പോകാനെടുത്ത റൂട്ട് പൊള്ളാച്ചി ഹെയർ പിൻ ബെൻസ് വഴിയാണ്. അതുവഴി നമ്മൾ അങ്ങനെ തമിഴ്നാടിനോട് വിട പറഞ്ഞ് കേരളത്തിലെത്തുന്നു. ആൻഡ് അവിടെ എത്തിയപാടെ ഞങ്ങൾ കുറച്ച് കാളവണ്ടികളെല്ലാം കണ്ടു. അപ്പോൾ അതിൽ കയറി ഞങ്ങൾക്ക് ഒരു ഓട്ടം കിട്ടുമോ എന്നുള്ളത് ഞങ്ങൾ അവിടെ ചേട്ടന്മാരോട് ചോദിച്ചു. അവർക്ക് സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ, അവർ പൈസ പോലും വാങ്ങിയില്ല. അവർക്ക് അവരുടെ ആ ഒരു ട്രഡീഷൻ എല്ലാവരിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാവാം ഒരു പക്ഷേ. അതിൽ ചവിട്ടിയിട്ട് കേറിയിരിക്കും. ഇങ്ങല്ല ചെരുപ്പ് ഉള്ളിൽ വെച്ചോന്ന്. അല്ല ഒരാള് എടി അയാൾ ഇരിക്കുന്ന നോക്ക്, ഉള്ളിലിരുന്നോ, നീ താഴെ വീഴും. ഉള്ളിലിരുന്നോ. കൊണ്ടോ ഉള്ളിൽ കയറി, നീ ഇവിടെ ഇരിക്കുക, ആളെ വീണോ. ഹലോ. കുറച്ച് കുലുക്കം കൂടുതലാന്നേ ഉള്ളൂ, പക്ഷെ സംഭവം സെറ്റായിരുന്നു. ആദ്യമായിട്ട് പോവല്ലേ, ഒരു വെറൈറ്റി റൈഡായിരുന്നു. ഓൺ ദ വേ ബാക്ക് നമ്മൾ പാലക്കാട് കൊല്ലങ്കോട് വഴി ഒന്ന് ടച്ച് ചെയ്ത് പോകാൻ ഓൾറെഡി പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കൊല്ലങ്കോട് എത്തുന്നതിൻ്റെ 2 കിലോമീറ്റർ മുന്നേ കുടിലിടം എന്ന് പറയുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. അത് ഈ പാടമൊക്കെ അധികം എൻജോയ് ചെയ്യാത്ത ആൾക്കാർക്കൊക്കെ വേണ്ടി ഓപ്പൺ ചെയ്ത പോലെയാണ് തോന്നിയത്. കാരണം കുറേ ആർട്ടിഫിഷ്യൽ എലിമെൻറ്റ്സ് അതിൻ്റെ ഉള്ളിൽ കുത്തി കയറ്റിയിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറും, എന്നിട്ട് നമുക്കിങ്ങനെ കുറേ ഫോട്ടോ സ്പോട്ട്സ് പോലെ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊരു ആർട്ടിഫിഷ്യൽ ഫീലാണ്. അപ്പോൾ ഇതല്ല ഒറിജിനൽ പാലക്കാട്. നമ്മൾ വേറൊരു സമയം വന്ന് വിസിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പാടമെല്ലാം ഓക്കെ, പക്ഷെ അതിൻ്റെ ഉള്ളിൽ കുറേ ആർട്ടിഫിഷ്യാലിറ്റി വന്നു. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ കാണാനും വരുന്നുണ്ട്. നമ്മളിപ്പോ കൊല്ലങ്കോടിന് 2 കിലോമീറ്റർ മുന്നുള്ള നമുക്ക് ബാലി പോലത്തെ സെറ്റപ്പ് അവിടെ ചെയ്തു. ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. ബാലിയൊക്കെ പോലെ സെറ്റപ്പ് ഉണ്ടാക്കി, പക്ഷെ അതിന്റെ ഒരു ആവശ്യം ഇവിടെ ഇല്ലായിരുന്നു ആക്ച്വലി സ്പീക്കിംഗ്. എന്തൊക്കെയോ സാധനം ഉണ്ട്. അപ്പൊ ശരി, നമുക്ക് നടക്കാം. ബാ. അതെ അതെ, 3-4 കുരങ്ങന്മാരവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് പിന്നെ ഈ പച്ചപ്പാടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടേ ഒരു വീക്ക്നെസ്സാണ്. കാരണം എൻ്റെ വീട്ടിൻ്റെ അടുത്തൊന്നും അങ്ങനത്തെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സ്ഥലം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആക്രാന്തമാണ്. ഈവൻ ദോ ഇതൊരു ആർട്ടിഫിഷ്യലി മെയ്ഡായിട്ടുള്ള ഒരു സ്പോട്ടാണെങ്കിലും ഈ പാടമെല്ലാം ഒറിജിനലാണ്. അവരവിടെ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ ഓതൻറ്റിക് കൊല്ലങ്കോട് വൈബ് എന്ന് പറയുമ്പം ഇങ്ങനത്തെ അല്ല. അതായത് പ്രോപ്പർ കംപ്ലീറ്റ് ആയിട്ട് അധികം ആൾക്കാരൊന്നും വരാത്ത കുറേ പാടങ്ങൾ ഉണ്ടാവില്ലേ, അവിടേക്കാണ് വിസിറ്റ് ചെയ്യേണ്ടത്. അത് നമുക്ക് കൊല്ലങ്കോടായിട്ടുള്ള ഒരു സെപ്പറേറ്റ് ഐറ്റിനറിയിൽ നമ്മൾ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഓൺ ദ വേ ആയതുകൊണ്ട് കയറിയെന്നേ ഉള്ളൂ. വീഡിയോ ഇതുവരെ കണ്ടവരുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്യണം മറക്കരുത്. ഇതെനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. സ്റ്റേ ട്യൂൺ ഫോർ മൈ അപ്കമിങ് വീഡിയോസ് ആൻഡ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. Thank you.